നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ഈ ഹൃത്തിക് റോഷൻ, കമൽഹാസൻ, നാദിർ ഷാ ഇവർക്കൊക്കെ വിക്ക് ഉണ്ടായിരുന്നെന്നും ഇവർ ആ വിക്ക് എത്ര കഷ്ടപ്പെട്ടാ മാറ്റിയതെന്നും? ഹേ ഗായ്സ്, ഐ ആം റോഷൻ. ദിസ് ഇസ് ഡേ 4 ഓഫ് ഫൈറ്റിംഗ് വിത്ത് മൈ സ്റ്റാമർ. ഒരു ഇന്റർവ്യൂവിൽ ഹൃത്തിക് റോഷൻ തന്നെ പറയുന്നുണ്ട് തൻ്റെ ചെറുപ്പത്തിൽ ക്ലാസ്സിലൊക്കെ വെച്ച് കൂട്ടുകാർ വട്ടം കൂടി നിന്ന് കളിയാക്കുമായിരുന്നൊക്കെ. അങ്ങനെ വിക്കുള്ള ഓരോരുത്തർക്കും കാണും അവരുടെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത പല പല അനുഭവങ്ങൾ. അതുപോലെ ഞാൻ ചെറുപ്പത്തിൽ പേടിച്ചൊരു കാര്യമാണ് കടയിൽ പോയി സാധനം വാങ്ങുന്നത്. കാരണം അതിലെനിക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ള പല പല സാധനങ്ങൾ കാണും. പ്രത്യേകിച്ച് ഒരു പാക്കറ്റ് തൈര് വാങ്ങാൻ പറയുമ്പോഴായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട്. അതുകൊണ്ട് തൈര് വാങ്ങേണ്ടതുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് ലിസ്റ്റ് എഴുതിക്കൊണ്ട് പോകുമായിരുന്നു. അതിപ്പോൾ അത് മാത്രം വാങ്ങാൻ പോയാലും ഞാൻ തൈരെന്ന് എഴുതിക്കൊണ്ട് പോകുമായിരുന്നു. പിന്നെ അത് ഞാൻ മാറ്റിയെടുത്തൊരു വഴിയുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ അടുത്ത ടാസ്ക്, നമ്മൾ ഏത് വാക്കാണോ സംസാരിക്കാൻ പോകുന്നത് ശ്വാസം വിടുന്ന കൂട്ടത്തിൽ ആ വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരം നീട്ടി പറയുക. ഇത്രേ ഉള്ളൂ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. Stuttering is curable. അതിപ്പോൾ 10 അല്ല 20 അല്ല 50 അല്ല എത്ര വയസ്സാണോ അതിലൊന്നും ഒരു കാര്യവും ഇല്ല. ഈ വിക്ക് മാറ്റിയേ പറ്റുമെന്ന് നിങ്ങളൊരു തീരുമാനമെടുത്താൽ അത് മാറിയിരിക്കും.